കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയല്ലേ? ഇതിനകത്ത് ഇവർ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും കേസ് അന്വേഷണം ഏത് തരത്തിൽ? ഒപ്പം നജീബ് കാന്തപുരം MLA-ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് നടത്തുന്ന അന്വേഷണം ആരെല്ലാമാണ് ഇപ്പോൾ പെരിന്തൽമണ്ണയുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന, മലപ്പുറവുമായി കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണങ്ങളിൽ ഫോക്കസ് എവിടേക്കെല്ലാമാണ് ഇപ്പോൾ? അപർണ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ, നിലമ്പൂർ, വേങ്ങര, അതുപോലെ മാറഞ്ചേരി എന്നീ മേഖലകളിലാണ് കൂടുതലായിട്ടും ഈ പാതിവില തട്ടിപ്പ് നടന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം പരാതികൾ നിലവിൽ വന്നിരിക്കുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂരിൽ ഇന്നലെ വരേക്ക് 97 പരാതികൾ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. മാറഞ്ചേരി 30-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പെരിന്തൽമണ്ണയിൽ ഏകദേശം 4 പരാതികളാണ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 3 എണ്ണവും ഈ പറയുന്ന തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ഇത് എന്ന് കാണിച്ചുകൊണ്ട് NGO-കൾ നൽകിയ പരാതിയാണ്. അതായത് ഇതിന്റെ ആളുകൾ അവർക്കെതിരെ പരാതി കൊടുക്കുന്നതിന് മുൻപ് NGO-കൾ അനന്തകൃഷ്ണനും മറ്റും ആ കോൺഫെഡറേഷനുമെതിരെ പരാതി നൽകുകയാണ് പെരിന്തൽമണ്ണ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നൽകിയ ഒരു പരാതിയിലാണ് CN രാമചന്ദ്രൻ നായർ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്, 3ാം പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്ത കേസാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഈ കേസ് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ചിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പരാതികളിൽ കേസെടുക്കുന്നു എന്ന് മാത്രമാണ്, അതൊരു ഔദ്യോഗിക നടപടിക്രമം മാത്രമാണ് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വിശദീകരണം. അതേസമയം ഓരോ മേഖലകളിൽ ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതെല്ലാം തന്നെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. മലപ്പുറത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് വളരെ വിസ്തൃതമായ മേഖലയായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരിടത്ത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പൊന്നാനി തീരദേശ മേഖലയും അതുപോലെ നിലമ്പൂരും തമ്മിൽ കിലോമീറ്ററിൽ വ്യത്യാസമാണ്. അപ്പോൾ ഒരു ഇടത്തുനിന്ന് ഈ അന്വേഷണം സ്വാഭാവികമായിട്ടും സാധ്യമാവുന്ന ഒന്നായിരിക്കില്ല. അപ്പോൾ ഈ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകും, അതിന്റെ വികേന്ദ്രീകരണം എങ്ങനെയാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഈ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ വിശദീകരണം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് ആ കോൺഫെഡറേഷൻ നൽകിയ ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ കത്തിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ പേരുണ്ടായിരുന്നു. ആ പേര് അതുകൊണ്ടാണ് രക്ഷാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. അത് തങ്ങൾക്ക് അദ്ദേഹം അതിൽ ഇല്ലായിരുന്നു, അതിൽ നിന്ന് രാജിവെച്ച കാര്യം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ രാജിവെച്ചിരുന്നെങ്കിൽ അത് അറിയിക്കണമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് രക്ഷാധികാരി എന്ന രീതിയിൽ പരാതിയിൽ കൊടുത്തത് തങ്ങളുടെ അറിവില്ലായ്മ കാരണമാണ്. മറ്റൊരു തരത്തിലുള്ള ഉദ്ദേശങ്ങളും ഇതിലില്ല. ആളുകളുടെ പണം തിരിച്ചു കിട്ടാൻ അതിന് പിറകിലുണ്ടായിരുന്നവർ ആരാണെങ്കിലും അവർക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഇതിൽ ആവശ്യമുള്ളത് എന്നാണ് അവരുടെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല NGO-കളും ആളുകളിൽ നിന്ന് പണം ശേഖരിച്ച പല NGO-കളുടെ തലപ്പത്തുള്ളവർ ഇപ്പോൾ ഒളിവിലാണുള്ളത്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ആൾ ഒളിവിലാണുള്ളത്. അതേപോലെ തന്നെ മാറഞ്ചേരിയിൽ ഹരിയാലി എന്ന ഫൗണ്ടേഷന് കീഴിലാണ് അവിടെ പണം സ്വരൂപിച്ചിട്ടുള്ളത്. അദ്ദേഹം അഡ്വക്കേറ്റ് ബക്കർ, അദ്ദേഹം വാർഡ് മെമ്പർ കൂടിയാണ്. അദ്ദേഹവും കഴിഞ്ഞ ദിവസം ഫോണിലൂടെ സംസാരിക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ഇവരൊക്കെ തന്നെ ഈ NGO-കൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇവരൊക്കെ തന്നെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇനിയുള്ള നടപടികൾ, കൂടുതൽ പരാതികൾ പോലീസിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ തന്നെ 130-ലധികം പരാതികൾ മലപ്പുറത്തിന്റെ വിവിധ സ്റ്റേഷനുകളിലേക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒരു അന്വേഷണത്തിനാണ് ഇവിടെ സാധ്യതയുള്ളത്. അതിൽ ഞാൻ തിരികെ എത്താം. മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. MK ഹരിദാസ് സാമൂഹ്യ പ്രവർത്തനം നമുക്ക് പറ്റിയിരുന്നു. ശ്രീ MK ഹരിദാസ്, ഇന്നലെ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ്. അപ്പോഴേക്കും ഈ മലപ്പുറത്തൊക്കെ NGO അസോസിയേഷനുകൾ പോലും അതിന്റെ ഭാരവാഹികളെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും വയ്യ, പലരും മുങ്ങിയിരിക്കുകയാണ്. ഈ തരത്തിലുള്ള ഒരു വലിയ വ്യാപ്തിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്ത് ഓരോ ജില്ലകളിലായ അന്വേഷണ സംഘത്തെ കൊണ്ടുവന്ന് ഇത് അന്വേഷിക്കുമെന്നാണ് അറിയുന്നത്. ഇതിപ്പോ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് കൂടി ആനന്ദകുമാറിനെ കൂടി പ്രധാന പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്ന് അറിയുന്നു. പക്ഷെ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇതിന് ചില പരിധികൾ ഉണ്ടാകുന്നില്ലേ ചോദ്യം ചെയ്യലിന്, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന്? അവിടെ അന്വേഷണം ഒരു പ്രതിസന്ധിയിലാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഈ ചാരിറ്റി എന്ന വാക്ക് ഇതിലേക്ക് കൂട്ടിക്കുഴച്ചിട്ട് ഈ അന്വേഷണത്തിന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതിന്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്നു.
പക്ഷെ ആദ്യത്തെ ഒരു 1-2 ദിവസം ഈ ചാരിറ്റി എന്ന് കേട്ടിട്ട് പിന്നീട് ഒരു 4-5 ദിവസം അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ചാരിറ്റി എന്ന വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആനന്ദ്കുമാറിനെ ഇതിന്റെ ഒരു പുകമറയ്ക്കുള്ളിൽ നിർത്തിയിട്ട് ഇത് ചാരിറ്റിയുടെ പേരിലാണ് നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഈ അന്വേഷണം തീർച്ചയായിട്ടും വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ്. ഈ അന്വേഷണം എവിടെയും എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളില് ഇതിലത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെന്ന് എത്തുന്നത് വലിയ വലിയ സ്രാവുകളിലാണ്. ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്ന 2-3 ആൾക്കാരെ ഒഴിച്ച് ബാക്കിയൊക്കെ നത്തോലികളാണ്. അപ്പൊ വലിയ വലിയ സ്രാവുകളിലേക്ക് ഈ അന്വേഷണത്തിന്റെ മുന നീണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുകളിൽ നിന്ന് ഈ അന്വേഷണത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളും 1954 ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ആനന്ദ്കുമാർ പ്രവർത്തിച്ചിരുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോ ഈ അപർണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, പരാതി നൽകിയവരുടെ 4 ഇരട്ടി പരാതി നൽകാത്തവരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തു വന്നിരിക്കുന്ന തുകയുടെ കണക്കുണ്ടല്ലോ, അത് മഹാമോശമായിട്ടുള്ള ഒരു ഫിഗറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സത്യത്തിൽ അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വരാവുന്ന തോതിലുള്ള ഒരു ഫിഗറിന്റെ തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഭാഗികമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെതിരെ പരാതി കൊടുക്കണം? കാരണം നേരിട്ടിട്ട് അല്ല, ശ്രീ എം കെ ഹരിദാസ്, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾക്ക്, അതായത് NGO തൊട്ട് ഓൺലൈൻ വരെ ഇതെല്ലാം ഒരു കൃത്യമായ ഒരു മാനദണ്ഡം കൊണ്ടുവന്നാൽ പോരെ? 10 പൈസ കിട്ടുന്നത് എന്തിനാണ് മുടക്കുന്നതെന്ന് ഈ ചോദിക്കുന്ന നാട്ടുകാരല്ലേ പ്രശ്നം ഇതിനകത്ത്? ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നതിലേക്ക് ഒരു പുതുതായിട്ട് ഒരു നിയമവും കൊണ്ടുവരണ്ട. പ്രോപ്പർ ചാനൽ എന്ന് പറയുന്ന ഞാൻ പ്രസിഡന്റായിട്ടുള്ള സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. കേരളത്തിലെ എല്ലാവിധ ഇവിടുത്തെ ക്ലബ്ബുകൾ, വലിയ വലിയ മുതലാളിമാരുടെ ക്ലബ്ബുകൾ വരെ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടാണ് ഈ മദ്യത്തിന്റെ കച്ചവടമൊക്കെ ഈ ക്ലബ്ബുകൾ വഴി ചെയ്യുന്നത്. അപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ പറഞ്ഞ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കുള്ള ഒരു പുകമറയാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഇത്തരം ക്ലബ്ബുകൾക്ക് ആ ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു ലൈസൻസ് കൊടുക്കാനോ അവിടെ ബാർ നടത്താനോ പാടില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. അപ്പൊ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിലെ അപർണ പറഞ്ഞമാതിരി പുതുതായിട്ടൊന്നും എഴുതപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ഉണ്ടായിരുന്ന നിയമപ്രകാരം ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താനുള്ള ഒരു വകുപ്പും അത്തരത്തിലുള്ള സൊസൈറ്റി ആക്ട് പ്രകാരം, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയ്ക്കുമില്ല. കാരണം എന്റെ അടുത്ത് അതിന്റെ ബയലോ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സംഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ബയലോ എന്റെ കയ്യിലുണ്ട്. കാരണം ഞാനൊരു സംഘടനയുടെ പ്രസിഡന്റാണ്. അപ്പൊ ആനന്ദ്കുമാറും അതുമാതിരി തന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരൊക്കെ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ ഈ ആനന്ദ്കുമാറിന്റെ ഭാഗത്ത് അല്ല, ഇതിനകത്ത് റിട്ടയർഡ് ജസ്റ്റിസിന്റെ ഭാഗത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നു, അദ്ദേഹം ഇതിനകത്ത് ഇത് മാറിയതാണ് എന്ന് പറയുന്നു. ആനന്ദ്കുമാർ ഇത് പറയാൻ പോലും ഈ പ്രദേശത്ത് എവിടെയില്ല. അത് ആനന്ദ്കുമാർ ഈ ഇത്രയും വലിയ ഈ കുംഭകോണത്തിന്റെ തലപ്പത്തിരിക്കുന്നത് ആനന്ദ്കുമാറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബുദ്ധി കേന്ദ്രം ആനന്ദ്കുമാറും അതിന്റെ താഴെ നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അനന്തകൃഷ്ണൻ. പക്ഷെ ഈ ആനന്ദ്കുമാറിനും അനന്തകൃഷ്ണനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ആ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ട് ചരട് വലിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേര് പുറത്തേക്ക് വന്നാലേ ഈ മഞ്ഞുമല കൃത്യമായിട്ട് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താം. അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇപ്പോൾ ഈ പോലീസ് അല്ലെങ്കിൽ ഈ ജനപ്രതിനിധികളുടെ പേര് തന്നെ വരുമോ എന്നറിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പോലീസിന്റെ പേരുകൾ. അപ്പൊ ഇത്തരം പേരുകളൊക്കെ വരാതെയുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക എന്നുകൂടി പേടിക്കേണ്ടതായിരിക്കുന്നു ഈ സമയത്ത്, അല്ലെ? തീർച്ചയായിട്ടും. എന്തത്ര സംശയമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് രാഷ്ട്രീയക്കാരിലും പോലീസ് ഉദ്യോഗസ്ഥരിലും ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മുകളിൽ നിന്ന് ഒരു പ്രസ്സിംഗ് വരും. ഈ അന്വേഷണം തൽക്കാലം ഇത്രയൊക്കെ മതി എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ ക്രൈംബ്രാഞ്ച് ആയാലും SIT ആയാലും കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ അന്വേഷണം ഭാഗികമായി നടന്നുകൊണ്ട് ഒരുപാട് പേരുടെ പൈസ, ഈ പാവം തന്നെ ഞാൻ ചർച്ചയിൽ പറഞ്ഞില്ലേ, തുന്നത്തൊഴിലാളികൾ കോഴിമുട്ട വിറ്റിട്ടുണ്ടാക്കിയിട്ടുള്ള പൈസ, കുട്ടിയുടെ വള ഊരി വിറ്റിട്ടുള്ള പൈസ, അത്തരക്കാർക്ക് ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയെങ്കിലും സംസ്ഥാന സർക്കാർ എടുക്കണമെന്നാണ്. കാരണം കുറച്ച് പൈസ ഇവന്റെ സീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലുള്ള പൈസ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് പാവങ്ങൾക്ക് കുറേശെങ്കിലും. അപ്പോഴും 21 അക്കൗണ്ടുകൾ, ഇത് ഏറ്റവും പുതിയ വിവരം, 21 അക്കൗണ്ടുകൾ ഈ അനന്തകൃഷ്ണന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഈ തട്ടിപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. 21 അക്കൗണ്ടുകൾ ഒരാളുടെ പേരിൽ ഉണ്ടാവുമ്പോൾ ഇതിൽ ബാക്കി സ്വാഭാവികമായിട്ട് അതെങ്ങനെയാണ് സാധിക്കുക? ഇതിൽ ചില പ്രോട്ടോകോളില്ലേ, ഇതിൽ ചില ചോദ്യങ്ങൾ വരുന്നില്ലേ? ഇതൊന്നും ഈ നാട്ടിലല്ലേ നടക്കുന്നത് എന്നുള്ള സംശയം വരില്ലേ? സാധാരണക്കാർക്ക് എങ്ങനെയാണ് 21 അക്കൗണ്ടുകൾ ഡീൽ ചെയ്യാൻ സാധിക്കുക?
അതിനുള്ള ഉത്തരം പറയുമ്പോഴല്ലേ 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ഇടുക്കി ജില്ലാ CPM-ന്റെ നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അപർണ അറിഞ്ഞില്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിന് അനുകൂലമായിട്ട് 21 അല്ല 40 സാധാരണക്കാരന് ഒരു അക്കൗണ്ട് ചേരാൻ പോയി കഴിഞ്ഞാൽ 100 ചോദ്യങ്ങളിലൂടെ ബാങ്കിൽ നിന്ന് മടക്കി അയക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക് ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കിലായാലും നാഷണലൈസ്ഡ് ബാങ്കിലായാലും ഷെഡ്യൂൾഡ് ബാങ്കിലായാലും അക്കൗണ്ട് തുടങ്ങാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ബാങ്കുകൾക്ക് ഇതിൽ പങ്കുണ്ടോ? ഇത് ഏതെല്ലാം ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഉള്ളത്? ഇതെങ്ങനെ അക്കൗണ്ടുകൾ തുടങ്ങി? ഇതടക്കമുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിലൊക്കെ വരണം അല്ലേ?